നമസ്കാരം. മൈഫിൻ ടിവിയുടെ പ്രത്യേക വാർത്താ വിശകലന പരിപാടിയിലേക്ക് സ്വാഗതം. വിളകൾക്ക് മിനിമം താങ്ങുവില MSP ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി കർഷകർ നടത്തുന്ന സമരം ഇന്ന് 4ാം ദിവസം പിന്നിടുകയാണ്. ഇപ്പോൾ വന്ന വേദനാജനകമായൊരു വാർത്തയുണ്ട്. അത് സമരത്തിനിടെ ഒരു കർഷകൻ മരിച്ചു എന്നതാണ്. കണ്ണുനീർ വാതക പ്രയോഗത്തെ തുടർന്നാണ് കർഷകൻ മരണപ്പെട്ടതെന്ന് കർഷകൻ്റെ കുടുംബം ആരോപിച്ചു. ഈ വിഷയമാണ് ഇന്ന് മൈഫിൻ ടി വി ചർച്ച ചെയ്യുന്നത്. കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അലക്സ് ഒഴികയിൽ നമ്മോട് കൂടെയുണ്ട്. ശ്രീ അലക്സ്, കർഷക സമരം ഇന്ന് 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് മിനിമം താങ്ങുവില ഗവൺമെന്റ് അംഗീകരിക്കാത്തത്? അത് വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം നരേന്ദ്രമോദി സർക്കാർ അദ്ദേഹം 2ാമത്തെ തവണ അധികാരത്തിലേറിയപ്പോൾ പറഞ്ഞത് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും, 5 വർഷം കൊണ്ട് വരുമാനം ഇരട്ടിയാക്കും എന്നുള്ളതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു അവസ്ഥ, ഇരട്ടിയാക്കുന്നതിന് പകരം അത് പകുതിയിലധികമായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. കർഷക ആത്മഹത്യകൾ കൂടുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും കർഷക ആത്മഹത്യകൾ കൂടുന്നു, ഉൽപാദന ചെലവ് കൂടുന്നു. പക്ഷെ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു റെമ്യൂണറേറ്റീവ് ആയിട്ടുള്ള പ്രൈസ് കർഷകർക്ക് കിട്ടുന്നില്ല. MS സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ഉൽപാദന ചെലവിന്റെ 50% കൂടെ ചേർത്തിട്ടുള്ള MSP കൊടുക്കണം എന്നുള്ളതാണ്. മിനിമം 50%. പക്ഷെ അത് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ്. അതൊരു ന്യായവില എന്ന് പറയാൻ സാധ്യമല്ല. കാരണം ഞങ്ങൾ കിഫ മുന്നോട്ട് വെക്കുന്ന ഒരു ഡിമാൻഡ് ഉൽപാദന ചെലവിന്റെ 100% കൂടെ ചേർത്തിട്ടുള്ളതാണ് ന്യായവില. MSP അല്ല, ഫെയർ പ്രൈസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ MSP പോലും കൊടുക്കാത്ത ഒരു സർക്കാരിനോട് ഫെയർ പ്രൈസിനെ പറ്റി സംസാരിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സമരം അത് MSP ആണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എങ്കിലും മറ്റു ചില ഡിമാൻഡുകളും കൂടെ സമരം ചെയ്യുന്ന കർഷക സംഘടനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന കർഷക സമരത്തിൽ 800ഓളം കർഷകർ കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ കുടുംബങ്ങൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകുക, അതുപോലെ തന്നെ കാർഷിക കടങ്ങൾ എഴുതി തള്ളുക, അങ്ങനെയുള്ള ഡിമാൻഡുകൾ കൂടെ കർഷകർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് MSP യുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു കാലത്ത് ഭക്ഷ്യവസ്തുക്കൾ, അവശ്യ ഭക്ഷ്യവസ്തുക്കൾ, അരിയും ഗോതമ്പും അടക്കം വളരെ വലിയ രീതിയിൽ ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ ആളുകൾ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഒരു പശ്ചാത്തലമുള്ള ഒരു രാജ്യമാണ്. അതിനുശേഷം ഏകദേശം ഒരു 70കളിലും 80കളിലൊക്കെയാണ് നമ്മൾ ഭക്ഷ്യസുരക്ഷയിലേക്കും ഭക്ഷ്യസ്വയം പ്രാപ്തിയിലേക്കും വന്നത്. ഏകദേശം ഒരു 100-120 ടൺ ലക്ഷം ടൺ അരി, അത്രയും തന്നെ ഗോതമ്പ്, ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ. നമ്മുടെ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും ആ ഒരു രീതിയിലുള്ള സ്റ്റോക്ക് ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് സാധ്യമാവുന്നത് ഈ പറയുന്ന കർഷകർ അവരുടെ ജീവൻ പണയം വെച്ച് അവരുടെ ബ്ലേഡിന് പൈസ പലിശക്കെടുത്ത് അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉള്ളതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കർഷകരുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് പ്രേരക ശക്തിയാകുവാനായിട്ട് അതിന്റെ ഒരു MSP എന്ന് പറയുന്ന ബെയർ മിനിമം പ്രൈസ് എങ്കിലും അത് കൊടുക്കേണ്ടത് സർക്കാരിന്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ് കിഫയുടെ നിലപാട്. എന്തുകൊണ്ട് സർക്കാർ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഡൽഹിയിൽ കാലുകുത്തരുത് എന്ന രീതിയിലാണ് ഗവൺമെന്റ് പെരുമാറുന്നത്. മുള്ളുവേലി കെട്ടിയും ഡ്രോൺ വഴി കണ്ണീർ വാതകമൊക്കെ പ്രയോഗിച്ചാണ് കർഷകരെ പിരിച്ചുവിടുന്നത്. അന്നമൂട്ടുന്ന കർഷകന്റെ അവകാശങ്ങൾ സത്യത്തിൽ സർക്കാർ നിഷേധിക്കുകയാണോ? തീർച്ചയായിട്ടും ഒരു എന്താ പറയാ, ജനാധിപത്യ ഭരണകൂടം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഡൽഹിയിൽ ഒരുക്കുന്നത്. കാരണം സമരം ചെയ്യാനുള്ള അവകാശം ഇവിടെ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ റോഡില് മുള്ളാണികൾ അടിക്കുക, അതുപോലെ ബാരിക്കേഡുകൾ, ഈ പറയുന്ന നമ്മുടെ ഡ്രോൺ ഉപയോഗിച്ച് കണ്ണീർ വാതക ഷെല്ലുകൾ ഉപയോഗിക്കുക, ഇതുവരെ ചരിത്രത്തിൽ കെട്ടുകഴിവില്ലാത്ത രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. അപ്പൊ ആരോടാണ് ഈ സർക്കാരിന്റെ കമ്മിറ്റ്മെന്റ് എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. കാരണം മോഡി സർക്കാരിന്റെ ഡിക്ലെയർഡ് പോളിസിയാണ് ഫാം ഇൻകം ഡബിൾ എന്നുള്ളത്. ഫാം ഇൻകം ഡബിൾ ചെയ്തില്ല എന്ന് മാത്രമല്ല, അത് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടെ നോക്കണം. അതായത് എങ്ങനെയാണ് 2 വർഷം മുമ്പ് സമരം തുടങ്ങിയത്? അത് മൂന്ന് നിയമങ്ങളാണല്ലോ ഉണ്ടായിരുന്നത്. ഒന്നാമത്തത് നമ്മുടെ മണ്ഡി സിസ്റ്റവുമായി ബന്ധപ്പെട്ട നിയമം, രണ്ടാമത്തത് എസൻഷ്യൽ കൊമോഡിറ്റീസ് ആക്ടുമായി ബന്ധപ്പെട്ട നിയമം, മൂന്നാമത്തത് നമ്മുടെ കോൺട്രാക്ട് ഫാമിംഗുമായിട്ടുള്ള നിയമം. ഇതിൽ ഓരോന്നും നമുക്കെടുത്ത് പരിശോധിക്കാം. അതായത് മണ്ഡി സിസ്റ്റത്തിലാണ് ഇപ്പോൾ പൊതുവെ ഉത്തരേന്ത്യയിൽ നമ്മുടെ അരി ഗോതമ്പ് അടക്കമുള്ള സാധനങ്ങൾ കൊടുക്കുന്നത്. അപ്പോ ആ സിസ്റ്റം പൊളിച്ചുകൊണ്ട് ആർക്കും എവിടെ വേണമെങ്കിലും വിൽക്കാം എന്നുള്ള ഒരു സംവിധാനം വരുന്നു. പക്ഷെ അങ്ങനെ കൊണ്ടുവന്നപ്പോൾ MSP ഉറപ്പു തരാൻ സർക്കാർ തയ്യാറായില്ല. അതാണ് അതിന്റെ ബേസിക് പ്രശ്നം. ഇപ്പൊ മണ്ഡി തന്നെ വിൽക്കണം ആർക്ക് നിർബന്ധമൊന്നുമില്ല, MSP ഉറപ്പ് തന്നാൽ മതി. പക്ഷെ അത് തരാൻ സർക്കാർ തയ്യാറാവുന്നില്ല. അപ്പൊ ഇതിന്റെ പ്രശ്നം, മണ്ഡി സിസ്റ്റം പൊളിഞ്ഞാൽ MSP പൊളിയും എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ നിലവിൽ മണ്ഡികളാണ് ഈ വില നിർണ്ണയിക്കുന്നത്. മണ്ഡിയിലെ വില അടിസ്ഥാന വിലയായിട്ടാണ് ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പോലും മണ്ഡിയിൽ എത്രയാണ് വില, അതാണ് നമുക്ക് പുറത്ത് കിട്ടുക. അപ്പൊ മണ്ഡി സിസ്റ്റം ഇല്ലാതായി കഴിഞ്ഞാൽ ആര് ഉറപ്പ് തരും? MSPക്ക് ആര് ഉറപ്പ് തരും? ഈ ചോദ്യത്തിന് നരേന്ദ്രമോദി സർക്കാർ ഉത്തരവില്ലായിരുന്നു.
പക്ഷേ MSP വരുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകുമെന്ന് കരുതുന്നുണ്ട്. MSP എന്ന് പറയുന്നത് മുൻകൂട്ടി പിന്നെ വില നിശ്ചയിക്കുന്ന ഒരു താങ്ങുവില നിശ്ചയിച്ചുകൊണ്ട് കൃഷി തുടങ്ങുന്ന ഒരു രീതിയാണല്ലോ അത്. MSP ഉറപ്പ് വില അവർക്ക് ഒരു മിനിമം വില ഉറപ്പ് നൽകുന്നുണ്ടല്ലോ MSP വഴി. ഇതാണല്ലോ ഇവരുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്. അതെ അതെ അതെ. എം എസ് പി എന്ന് പറയുന്നത് ഇപ്പൊ നിലവിലുള്ള MSP വളരെ വളരെ ചെറിയ രീതിയിലുള്ള ഒരു ന്യായമായിട്ടുള്ള MSP എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നിലവിൽ നെൽകൃഷി ഇപ്പൊ കേരളത്തിൽ നെല്ലിന് കൊടുക്കുന്ന 28 രൂപ 75 പൈസയാണ് കേരളത്തിൽ മാത്രം. ഉത്തരേന്ത്യയിൽ അത് 21 രൂപ 65 പൈസയാണ്. ഉത്തരേന്ത്യയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം നെല്ലിന്റെ 1 കിലോയ്ക്ക് 21 രൂപ 60 പൈസ കിട്ടിയാലും അവർക്കത് ഒരുവിധം വലിയ ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ കേരളത്തിലെ കർഷകന് സാധ്യമല്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു 7 രൂപ എക്സ്ട്രാ കൊടുക്കുന്നത്. ഈ 21 രൂപ പോലും കൃത്യമായിട്ട് സർക്കാർ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇത് കാലോചിതമായിട്ട് പരിഷ്കരിക്കണം. ഇപ്പൊ MS സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഉൽപാദന ചെലവ് പ്ലസ് 50%. അപ്പൊ ഈ ഉൽപാദന ചെലവ് എന്ന് പറയുന്നത് ഓരോ വർഷം കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനനുസരിച്ച് MSP ഓരോ വർഷവും നമ്മൾ പുതുക്കട്ടെ. പുതുക്കുക എന്ന് മാത്രമല്ല, അത് കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇപ്പൊ കേരളത്തിലെ നെൽകർഷകർ വളരെ വലിയ സമരത്തിലായിരുന്നു. IFA-യുടെ മെമ്പർമാരൊക്കെ സമരത്തിലുണ്ടായിരുന്നു. കാരണം പാലക്കാടുള്ള ഞങ്ങളുടെ ഒരുപാട് കർഷകര് സർക്കാരിന് നെല്ല് കൊടുത്തിട്ട്, സപ്ലൈകോക്ക് നെല്ല് കൊടുത്തിട്ട് 6 മാസം 1 വർഷം കഴിഞ്ഞിട്ട് പൈസ കിട്ടാത്ത അവസ്ഥയുണ്ടായി. അപ്പൊ MSP ഉറപ്പുവരുത്തുക എന്ന് പറയുമ്പോൾ അത് മറ്റൊരു വിഷയമല്ലേ. MSP കേരളത്തിലെ കർഷകരെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് MSP മൂലം കേരളത്തിലെ കർഷകർക്ക് എങ്ങനെയാണ് അത് പ്രയോജനം ചെയ്യുന്നത്? തീർച്ചയായിട്ടും. MSP ഉള്ളത് 22ഓളം ഭക്ഷ്യ ധാന്യങ്ങൾക്കാണ് MSP ഉള്ളത്, അരിയും ഗോതമ്പും അടക്കം. അപ്പൊ ഞാൻ നെല്ലിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ പ്രധാനമായിട്ട് നെല്ല് മാത്രമേ ഉള്ളൂ, നമുക്ക് ഗോതമ്പില്ല. അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾ പയറുവർഗ്ഗങ്ങളൊന്നും കേരളത്തിൽ കൃഷിയില്ല. കേരളത്തിലെ കർഷകരെ ബാധിക്കും. കാരണം നെൽകർഷകരെ ബാധിക്കുന്ന ഒരു വിഷയമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാർ നെല്ലിന് പ്രഖ്യാപിച്ചിരിക്കുന്ന താങ്ങുവില നിലവിൽ 1 കിലോ നെല്ലിന് 21 രൂപ 65 പൈസയാണ്. കേരളത്തിൽ ആ ഉൽപാദന ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അത് കൂടുതൽ വരും നെല്ല്. അതുകൊണ്ടാണ് കേരള സർക്കാർ ഒരു 7 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് 28 രൂപയ്ക്ക് അടുത്തുള്ള ഒരു MSP കേരളത്തിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത് ഉത്തരേന്ത്യയിലെ കർഷകരെ മാത്രം ബാധിക്കുന്ന കേസല്ല. കേന്ദ്ര സർക്കാർ MSP വർദ്ധിപ്പിച്ചാൽ തീർച്ചയായിട്ടും കേരളത്തിലെ കർഷകർക്കും അതിന്റെ ഗുണം കിട്ടും. അപ്പൊ നെൽകൃഷി കേരളത്തിൽ കുറച്ചുകൊണ്ടിരിക്കണം. അറിയാമല്ലോ, നമുക്ക് 8 ലക്ഷം ഹെക്ടറിൽ നെല്ലുണ്ടായിരുന്നു. ഇന്ത്യ മുഴുവൻ ബന്ദാണ്, പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു ബന്ദ് വന്നിട്ടില്ല. ഈ സമരത്തോടുള്ള കേരളത്തിലെ കർഷകരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അല്ല, പൊതുവെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന കർഷക യൂണിയനുകൾക്ക് കേരളത്തിൽ കാര്യമായ ശക്തിയില്ല. അതായത് ഭാരതീയ കിസാൻ യൂണിയൻ, അങ്ങനെ കിസാൻ മസ്ദൂർ സംഘ്, അങ്ങനെയുള്ള പല സംഘടനകളാണ് ഈ ഒരു സമരം നടത്തുന്നത്. പക്ഷെ അത് കേരളത്തിൽ മറ്റേ CPM-ന്റെ കർഷക സംഘടനയ്ക്ക് ഉണ്ടെങ്കിൽ പോലും അവർ കേരളത്തിൽ അത് വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു, നെൽകർഷകർ കേരളത്തിൽ വളരെ കുറവാണ്. 2 ലക്ഷം ഹെക്ടറിൽ മാത്രമേ കേരളത്തിൽ നെൽകൃഷിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഉത്തരേന്ത്യയിലെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ള ഒരു ചിന്തയിലാണ് കേരളത്തിലെ കർഷകർ. പക്ഷെ അത് മാത്രമല്ല, നെൽകർഷകരെ ബാധിക്കും. MSP കൂടുതൽ കിട്ടിയാൽ കേരളത്തിലെ നെൽകർഷകർക്ക് തീർച്ചയായിട്ടും ഗുണമുണ്ടാവും. അതാണ് അതിന്റെ ഒരു വസ്തുത. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ഉത്തരേന്ത്യയിൽ നിന്ന് ഒരുപാട് ഇത്ര ദൂരം ഉള്ളതുകൊണ്ടും ആ സമരത്തിന്റെ ഒരു ചൂട് ഇങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. തീർച്ചയായും. പക്ഷേ ഇത് ആദ്യത്തെ ഒരു കർഷക സമരം പോലെ ഒരു വൻ വിജയമാകുമെന്ന് കരുതുന്നുണ്ടോ? കർഷകർക്ക് ആദ്യമുള്ളൊരു സംഘടനാ ബലം ഇപ്പോഴില്ല. സംയുക്ത കിസാൻ മോർച്ച അല്ലല്ലോ ഇപ്പോൾ സമരം നടത്തുന്നത്. ഇത് സമരത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ? അല്ല, അതില് സമരങ്ങളെ പൊളിക്കാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും ഒക്കെ പല രീതിയിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമരക്കാരുടെ ഇടയിൽ നിന്ന് ചെറിയ രീതിയിൽ കൊഴിഞ്ഞുപോക്കും രാഷ്ട്രീയമൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷെ എങ്കിലും അവിടുത്തെ ഉത്തരേന്ത്യയിലെ കർഷക ജനത, പ്രത്യേകിച്ച് ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, അത് അത്യാവശ്യം നല്ല മനക്കരുത്തുള്ള ആളുകളും നിശ്ചയദാർഢ്യമുള്ള ആളുകളുമാണ്. കാരണം 1.5 വർഷം അവർ സമരം ചെയ്തു സർക്കാരിനെതിരെ. 800 ആളുകൾ മരിച്ചിട്ട് പോലും അവരുടെ ഡിമാൻഡിൽ നിന്ന് പിന്നോട്ട് പോകാതെ കൃത്യമായിട്ട് സമരം ചെയ്ത ഒരു ജനതയാണ്. അതുകൊണ്ട് അവരുടെ സമരവീര്യത്തെ നമ്മൾ കുറച്ച് കാണേണ്ടതില്ല. ചെറിയ ചെറിയ സെറ്റ്ബാക്കുകൾ ഉണ്ടാവും. പക്ഷേ എങ്കിലും ആ ഒരു സമരമായിട്ട് മുന്നോട്ട് പോകുമെന്നും ഇനിയിപ്പോ 2 മാസത്തിനുള്ളിൽ ലോക്സഭാ ഇലക്ഷൻ വരികയാണല്ലോ, അപ്പൊ അതിന് മുമ്പായിട്ട് സർക്കാർ ഒരു കോംപ്രമൈസിന് നിർബന്ധിതരാകും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അതെ, ശരിയാണ്. രാജ്യം ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇനി പുതിയ സർക്കാർ വരുമ്പോൾ പുതിയ നയമാണ് രൂപീകരിക്കേണ്ടത്. സത്യത്തിൽ ഇത് സമരത്തിന് അനുയോജ്യമായ ഒരു സമയമാണോ? അതെ, തീർച്ചയായിട്ടും. ജനാധിപത്യത്തിൽ പൗരന്റെ വോട്ടിനും പൗരന്റെ ജീവനും വിലയുള്ള ഒരു സമയമാണല്ലോ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ടൈമിംഗ് കറക്റ്റ് തന്നെയാണ്. അപ്പൊ അതിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നീതിയാണ്, നീതിപൂർവകമായ ആവശ്യങ്ങളുള്ളൂ. അത് MSP പ്ലസ് 50%, ഉൽപാദന ചെലവ് പ്ലസ് 50% എന്ന് MS സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞ കാര്യമാണ്. അത് എല്ലാ സർക്കാരും അംഗീകരിക്കുന്ന കാര്യമാണ്. പിന്നെ എന്താണ് അത് നടപ്പാക്കാനുള്ള തടസ്സം, അത് സർക്കാർ പറയട്ടെ. ഇനി കർഷകന് കൊടുക്കാൻ കാശില്ലെങ്കിൽ അത് തുറന്നു പറയാ. എല്ലാ സർക്കാരുകളും പറയുന്നുണ്ട്. ഇനി കർഷകരുടെ ഒരു അടുത്ത നടപടി എന്താണ്?
അല്ല അതിലേക്ക് അല്ല കിഫ എന്ന സംഘടന ഞങ്ങൾ ഈ സമരമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയിലോ കാര്യങ്ങളോ ഉള്ള ഒരു സംഘടനയല്ല ഞങ്ങൾ. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവർ ഡൽഹിയിലേക്ക് എത്താനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യും. ഇന്നാള് വന്ന പോലെ തന്നെ അല്ലെങ്കിൽ ഡൽഹി ബോർഡറിലെങ്കിലും എത്തി അവിടെ സമരം ചെയ്യും. അത് ഒരു കുറച്ചു കാലത്തേക്കൊക്കെ തടഞ്ഞു നിർത്താൻ സർക്കാരിന് പറ്റുമായിരിക്കും. പക്ഷെ അതൊരു ഒരു ദീർഘകാലത്തേക്ക് പ്രത്യേകിച്ച് ഇലക്ഷൻ വരുന്ന സാഹചര്യത്തിൽ സർക്കാരിന് അങ്ങനെ ഒരു ബ്ലൈൻഡ് ആയി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൈൻഡ് ആയി ഈ ഒരു സമരത്തിന് നേരെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു കർഷക ജനതയുടെ പാരമ്പര്യം അങ്ങനെയാണ്. അത് നമ്മൾ സംഗതി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അല്ല കുറച്ചു നേരം സമരം ചെയ്ത് പൊടി തട്ടി വീട്ടിൽ പോകുന്ന ഒരു സമര പാരമ്പര്യം അല്ല ആ ഒരു ജനതയ്ക്കുള്ളത്. വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് അവർ തെളിയിച്ചതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന ചോദ്യം ഇതാണ്. ആ സമൂഹം കർഷക സമൂഹം ഉന്നയിക്കുന്ന ഡിമാൻഡിൽ അന്യായമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്. കാരണം ഉൽപാദന ചെലവ് പ്ലസ് MSP എന്ന് പറയുന്നത് വളരെ റീസണബിൾ ആയിട്ടുള്ള കാര്യമാണ്. കർഷകർ ആവശ്യപ്പെട്ടതിനേക്കാൾ ഉപരി MS സ്വാമിനാഥൻ എന്ന് പറയുന്നത് ഇപ്പൊ രാജ്യം ഭാരതരത്ന കൊടുത്ത് ആദരിച്ച കർഷക ശാസ്ത്രജ്ഞൻ പറഞ്ഞ കാര്യമാണ്. കാരണം അതല്ലാതെ കർഷക സമൂഹം അന്യം നിന്ന് പോകും. എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുക? ഇപ്പൊ കേരളത്തിലെ കാര്യം അറിയാലോ. കേരളത്തിലെ കൃഷി അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക. നെൽകൃഷിയാണെങ്കിൽ ഈ 28 രൂപ കൊടുത്തിട്ട് പോലും ലോസാണ്. റബ്ബർ മേഖല, നാളികേരം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ കർഷകർ ജീവിക്കും? രാജ്യത്തിന് നട്ടലാണെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. ഈ നട്ടലായ കർഷകരെ സംരക്ഷിക്കാനുള്ള ഒരു നടപടിയും കൂടെ എടുക്കണ്ടേ? അതെ, ഈ കർഷകർ ആവശ്യപ്പെടുന്ന ഈ താങ്ങുവില അഥവാ MSP എന്ന് പറയുന്നത് അതൊന്ന് വിശദീകരിക്കാമോ? ഏതൊക്കെ വിളകൾക്കാണ് MSP ബാധകമാകുന്നത്? നിലവില് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന 22 വിളകൾക്കാണ്, അതായത് ഭക്ഷ്യധാന്യങ്ങൾക്കാണ് MSP ഉള്ളത്. ഇപ്പൊ റബ്ബറിന് MSP ഇല്ല. അതേസമയം അരി, ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള തുവരപ്പരിപ്പ്, അങ്ങനെ പലതരത്തിലുള്ള വർഗ്ഗങ്ങൾ, അതിന്റെ ഫുൾ ലിസ്റ്റ് എന്റെ അടുത്തില്ല. എങ്കിലും സ്വാഭാവികം ഈ ഒരു ഭക്ഷ്യ പദാർത്ഥങ്ങൾക്കാണ് MSP. 22 എണ്ണമാണ് നിലവിൽ അത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത്. അതിന് പുറമെ സംസ്ഥാന സർക്കാരുകളും അഡീഷണൽ പ്രൊഡക്ഷൻ ബോണസ് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് കേരളത്തിൽ ഞാൻ പറഞ്ഞത് 22 രൂപ 65 പൈസയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന നെല്ലിന്റെ താങ്ങുവില. കേരള സർക്കാർ അതിന്റെ കൂടെ ഒരു 6-7 രൂപ ചേർത്ത് ഏകദേശം 28 രൂപ കേരളത്തിലെ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ ഓരോ വിളയ്ക്കും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു MSP ഉണ്ട്. ആ MSP ഉറപ്പുവരുത്തേണ്ടത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ചേർന്നിട്ടാണ്. അപ്പൊ ഇത്രയും വിളകൾക്കേ ഉള്ളൂ. ഇപ്പൊ റബ്ബറിന്റെ കാര്യത്തിൽ അറിയാം, നമുക്ക് താങ്ങുവിലയില്ല. പക്ഷെ കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംഗതിയുണ്ട്. 170 രൂപയാണ് കേരള സർക്കാർ റബ്ബറിന് പ്രഖ്യാപിച്ചിരിക്കുന്ന താങ്ങുവില. അപ്പോൾ അതില് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിൽ കുറവ്. ഇപ്പൊ 150 രൂപയാണ് കർഷകന് കിട്ടുന്നതെങ്കിൽ ആ ബാലൻസ് 20 രൂപ കർഷകന് കേരള സർക്കാർ കൊടുക്കും. അങ്ങനെയാണ്. വ്യക്തമാണ്. ഒരു വിളയുടെ MSP എങ്ങനെ, ആ നിരക്ക് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അല്ല, അത് കൃഷി വകുപ്പിന് കൃത്യമായ കണക്കുകളുണ്ട്. അത് അതിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ലേബർ കോസ്റ്റ്, അതിന്റെ ഇൻപുട്ട് കോസ്റ്റ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കണക്കാണ് വരുന്നത്. അത് 100% കറക്റ്റ് ആണ് എന്ന് ഞാൻ പറയില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്നത് ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു റേറ്റ് വെച്ചിട്ടാണ്. ആ റേറ്റ് കേരളത്തിൽ പ്രായോഗികമല്ല. കാരണം കർണാടകയിൽ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം കർണാടക പോയി 300 രൂപയ്ക്കും 400 രൂപയ്ക്കും ഒരു ദിവസം ഒരാളെ പണിയാൻ കിട്ടും. പക്ഷെ കേരളത്തിൽ 1000 രൂപ കൊടുത്താലേ കിട്ടൂ. അതുപോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ഫിഗർ നമുക്ക് കേരളത്തിൽ ആപ്ലിക്കബിൾ അല്ല. ആ ഒരു ഫിഗറിനൊക്കെ എങ്ങനെ വന്നാലും പ്രൊഡക്ഷൻ കോസ്റ്റ് കേരളത്തിൽ കൂടും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. പക്ഷേ ഇപ്പം ഈ പഞ്ചാബിലെ ഹരിയാനയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർ അത്രയും ലാർജ് സ്കെയിലിൽ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഈ ഒരു റേറ്റ് റീസണബിൾ ആണ്. അപ്പൊ അതുപോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോ ഈ ഉൽപാദന ചെലവ് എന്ന് പറയുന്നത് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് MSP കൃത്യമായിട്ട് ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും അതിന്റെ ഉൽപാദന ചെലവ് കണക്കൂട്ടുകയും പ്ലസ് 50%. അതാണ് കർഷകന് ജീവിക്കാനുള്ള പണമാണ് ഈ 50% മാർജിൻ എന്ന് പറയുന്നത്. കാരണം ചെലവ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിപ്പോ എന്താണെങ്കിലും ഇപ്പൊ നമുക്കിപ്പോ ഒരാൾക്ക് ഇപ്പം നമ്മുടെ ആവറേജ് പ്രൈസ് ഇൻഡെക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്, റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ട്. ഇൻഫ്ലേഷൻ അനുസരിച്ചാണ് ഇപ്പൊ സ്വകാര്യ കമ്പനികളിലും സർക്കാർ DA പ്രഖ്യാപിക്കുന്നുണ്ട്. സ്വകാര്യ കമ്പനികൾ ഒരു വാർഷികത്തിൽ ഹൈക്ക് കൊടുക്കുന്നില്ലേ? അതെല്ലാം ഇൻഫ്ലേഷന്റെയും അതുപോലെയുള്ള മറ്റ് ദൈനംദിന ചെലവുകളുടെ അടിസ്ഥാനത്തിലല്ലേ. അപ്പൊ അതുപോലെ തന്നെ ഉൽപാദന ചെലവ് ഓരോ വർഷവും കൂടുകയാണ്. അത് കൃത്യമായിട്ട് കണക്ക് കൂട്ടണം. പ്ലസ് 50%. അതാണ് കർഷകരുടെ ഡിമാൻഡ്. അപ്പൊ അത് കൊടുത്തേ പറ്റൂ. അതില്ലാതെ കാർഷിക സമൂഹം ഇല്ലാതെ എങ്ങനെയാണ് ഇന്ത്യ എന്ന രാജ്യത്തിന്, ഏത് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റുക? വിശക്കുന്ന വയറുള്ള മനുഷ്യരുള്ള ഒരു രാജ്യത്തിന് അതിന് സാമ്പത്തിക സുസ്ഥിരത ഉണ്ടാവുമോ? സാമൂഹ്യ സുരക്ഷ ഉണ്ടാവുമോ? അരാജകത്വം ഉണ്ടാവില്ലേ? നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? ഒരു 50 വർഷം മുന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറ. PL 481 എന്ന് പറയുന്ന അമേരിക്കയുടെ സ്കീമിന്റെ അടിസ്ഥാനത്തിൽ കപ്പലിൽ വന്നിറങ്ങിയ ഗോതമ്പ് പച്ചയ്ക്ക് തിന്ന് ജീവിച്ച അവസ്ഥ ഉണ്ടായിരുന്നു ഇന്ത്യക്കാർക്ക്. MSP നടപ്പാക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വത്തിലുള്ളതാണോ MSP എന്ന് പറയുന്നത്? അതെ, കേന്ദ്രത്തിനും ഉണ്ട്, സംസ്ഥാനത്തിനും ഉണ്ട്. കേന്ദ്രത്തിന്റെ, അതായത് 22 രൂപ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറയും, നെല്ലിന് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്ന MSP ആ 22 രൂപ കേന്ദ്രം കൊടുക്കുന്നതാണ്. അതിന് പുറമെ സംസ്ഥാനം കൊടുത്താലാണ് സംസ്ഥാനത്തിന്റെ കയ്യിൽ നിന്ന് പോകുന്നത്.
അപ്പൊ ഇത് ഈ കൃഷി എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലുള്ള സംഗതിയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അതിന് ഉത്തരവാദിത്തമുണ്ട്. ഈ MSP പ്രഖ്യാപിക്കുന്ന കേന്ദ്രമാണ്, അതിനുള്ള ഫണ്ട് കേന്ദ്രം കൊടുക്കും. അതിന്റെ കണക്കും കാര്യങ്ങളും കൃത്യമായിട്ട് കേന്ദ്രത്തിന് അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കേരളത്തിലെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം സപ്ലൈകോ നെല്ല് സംഭരിച്ചതിന്റെ കണക്ക് കേന്ദ്രത്തിലേക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഏകദേശം 600 കോടിയോളം രൂപ പെൻഡിങ് വന്നതെന്നാണ് പറഞ്ഞത്. വളരെ വലിയ വിവാദമായിരുന്നു. അപ്പൊ ഇത് കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടാണ്, പക്ഷെ കേന്ദ്രം പ്രഖ്യാപിച്ച റേറ്റിലേക്ക് കൊടുക്കും. ഇപ്പൊ നെല്ലിന് 22 രൂപ കേന്ദ്രം തരുള്ളൂ, 6 രൂപ 7 രൂപ കേരളം നമ്മുടെ ഖജനാവിൽ കൊടുക്കുന്നതാണ്. അപ്പൊ കേന്ദ്രം പ്രഖ്യാപിച്ച റേറ്റിൽ കേന്ദ്രം തരും. അത് കൃത്യമായിട്ട് അതിന്റെ കണക്ക് കൊടുക്കുന്നതനുസരിച്ച് അവർ റീഇംബേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. അലക്സ് ആണ് നമ്മളോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചത്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്നലെ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെ സമരം കൂടുതൽ ശക്തമാക്കാൻ കർഷക സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. കർഷക നേതാക്കളും കേന്ദ്രവും തമ്മിൽ നടക്കുന്ന 3-ാം വട്ട ചർച്ചയായിരുന്നു ഇന്നലെ നടന്നത്. ഇതിനു മുമ്പ് ഈ മാസം 8, 12 തീയതികളിലും ഇരുപക്ഷവും ചർച്ചകൾ നടത്തിയിരുന്നു. ഇതോടുകൂടി നമ്മുടെ ചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.